ലാലിഗയിൽ തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും കിരീട പ്രതീക്ഷ കൈവിടാതെ ബാഴ്സലോണ 3-ാം സ്ഥാനത്തുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെയും മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ ബാഴ്സ മാനേജ്മെന്റ് ശ്രമിച്ചിരുന്നു. പുതിയ സീസണിൽ കോച്ച് സാവി ഹെർണാണ്ടസ് ടീമിനൊപ്പം ഉണ്ടാവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഫ്രെങ്കി ഡിയോങ് ഉൾപ്പെടെയുള്ള ചില താരങ്ങളെ ഒഴിവാക്കാനും പകരം താരങ്ങളെ ടീമിലെത്തിക്കാനും ബാഴ്സയ്ക്ക് പദ്ധതിയുണ്ട്. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് 4 സൂപ്പർ താരങ്ങളെ തന്നെയാണ് ബാഴ്സ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിൽ പ്രധാനി ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സലയാണ്. സലയ്ക്കായി ബാഴ്സ അണിയറ നീക്കം തുടങ്ങിയെന്ന് മുണ്ടോ ഡിപ്പോർട്ടീവോയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സലായ്ക്ക് ലിവർപൂളിൽ 1 വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ട്. യുർഗൻ ക്ലോപ്പിന് കീഴിൽ ലിവർപൂൾ കുതിപ്പ് നടത്തിയപ്പോൾ ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് സലയായിരുന്നു. ക്ലോപ്പ് ടീം വിടുന്നതോടെ സലായും ലിവർപൂൾ വിടാനുള്ള ഒരുക്കത്തിലാണ്. 31-കാരനായ സല ഇത്തവണയും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഈ സീസണിൽ 27 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകൾ നേടിയ സല 9 അസിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. 2017 ഇറ്റാലിയൻ ക്ലബ്ബായ എസ് റോമയിൽ നിന്നാണ് സല ലിവർപൂളിലെത്തുന്നത്. ആഴ്സണൽ വിംഗർ ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ് ബാഴ്സലോണയുടെ റഡാറിലുള്ള മറ്റൊരു താരം. ബ്രസീലിയൻ താരം പ്രീമിയർ ലീഗിൽ ഗംഭീര ഫോമിലാണ് കളിക്കുന്നത്. മൈക്കൽ അർട്ടേറ്റയുടെ മുന്നേറ്റനിരയിലെ പ്രധാനിയാണ് മാർട്ടിനെല്ലി. നിലവിലെ സീസണിൽ 28 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളാണ് താരം നേടിയത്. ഇറ്റാലിയൻ ക്ലബ് നാപ്പോളിയുടെ ജോർജിയൻ താരം കീച്ച കാരക്ഷിലിയാണ് ബാഴ്സലോണ നോട്ടമിട്ട മറ്റൊരു താരം. കഴിഞ്ഞ സീസണിൽ സെരിയയിൽ നാപ്പോളി കിരീടമുയർത്തുന്നതിൽ ജോർജിയൻ താരം നിർണായക പങ്കുവഹിച്ചു. ഈ സീസണിൽ 23-കാരനായ താരം 30 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകൾ നേടുകയും 5 അസിസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റന്റെ ജപ്പാൻ വിംഗർ കറയോ മിറ്റോമയാണ് ബാഴ്സ നോട്ടമിട്ട 4ാമത്തെ താരം. ജപ്പാൻ താരത്തെ വിൽക്കാൻ ബ്രൈറ്റൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സീസണിൽ മിറ്റോമ 25 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടുകയും 6 അസിസ്റ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.